ചെമ്പനീർപ്പൂ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്വച്ഛ ടെറസിൻ്റെ മേലെ അങ്ങോട്ടും ഇങ്ങോട്ടും ആലോചിച്ച് നടക്കുകയാണ്. അങ്ങോട്ടേക്ക് നമ്മുടെ ശ്രുതി വരുന്നുണ്ട്. സച്ച് ചോദിക്കുകയാണ്, നീ എന്താണ് ഇവിടെ? ശ്രുതി പറയുകയാണ്, മുറിയിൽ നല്ല ചൂട്, അപ്പോൾ ഇവിടെ കിടക്കുക എന്ന് വിചാരിച്ചു. സച്ച് പറയുന്നത്, നിൻ്റെ മുറിയിൽ AC ഉണ്ടല്ലോ. ശ്രുതി പറയുകയാണ്, ഉള്ളിൽ കനലുള്ളവർക്ക് കാശ്മീരിൽ പോയാലും ചൂടായിരിക്കും. ഇത് ചോദിക്കണേ, അല്ല നീ എന്താ ഇവിടെ വന്ന് കിടക്കുന്നത്? എൻ്റെ മുറിയിൽ അച്ഛനും അമ്മയും കിടക്കുകയല്ലേ. അല്ല, ഹോളിൽ കിടക്കാമായിരുന്നല്ലോ. ഹോളിൽ നല്ല ചൂടാ, ഇവിടെ ആകുമ്പോൾ മനസ്സമാധാനത്തോടു കൂടി കിടക്കാം. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. പക്ഷേ നീ ഇവിടെ ഉള്ള കാര്യം എനിക്കറിയില്ലായിരുന്നു. പറയണ, ഒരു കാര്യം ചെയ്യാം, നീ ഞാൻ ഇപ്പുറം കിടക്കാം, നീ അപ്പുറം കിടന്നോ. നമുക്ക് വേണമെങ്കിൽ നടുകിലൊരു കയറ് കെട്ടി വയ്ക്കാം. സച്ചി പറയണേ, കയറ് നിൻ്റെ കാലിലാണ് കെട്ടേണ്ടത്, ഓടിപ്പോവാതിരിക്കാൻ. സച്ചി, ഞാൻ നല്ല ചൂടിലാണ്, നീ എന്നെ ഓരോന്ന് പറഞ്ഞ് ഇറിറ്റേറ്റ് ചെയ്യരുത്, അതും ഈ രാത്രിയിൽ. സച്ചി പറയണേ, പോടാ. അങ്ങോട്ടേക്ക് ശ്രീകാന്തും വരുന്നുണ്ട്. സച്ചി പറയണേ, ഡാ, ഇനി ഒരു കയറ് കൂടിയും വലിച്ചു കെട്ടേണ്ടി വരും, ഒരുത്തിന് കൂടിയും വരുന്നുണ്ട്. ഇത് ചോദിക്കണേ, ഡേ നിനക്കൊന്നും ഉറക്കല്ലേ? നീയൊക്കെ രണ്ടെണ്ണം ഒരുമ്പിട്ട് ഇറങ്ങിയിരിക്കുകയാണോ? നീ എന്തിനാ ഇങ്ങോട്ട് വന്നത്? സച്ചി പറയാണ്, അവൻ്റെ മുറിയിലും നല്ല ചൂടായിരിക്കും അല്ലേടാ? എന്ത് പറയണേ? ആ അതെ. അല്ല, നിങ്ങൾ രണ്ടുപേരും എന്താ ഇവിടെ വന്ന് കിടക്കുന്നത്? ശ്രുതിയേട്ടത്തിയുമായി അടിയുണ്ടാക്കിയോ? അതെ, പിന്നെ ഞാൻ എന്തിനാണോ ഇവിടെ വന്ന് കിടക്കുന്നത്? രേവതിയേട്ടത്തിയുമായിട്ട് സച്ചേട്ടനും വഴക്കുണ്ടായോ? എന്ത് ചോദ്യമാണടാ ഇത്? പിന്നെ അവർ 3 പേരും അവിടെ വഴക്കടിക്കുന്നുണ്ട്. അവർ ചിരിയും കളിയുമായി കഴിഞ്ഞു പോയ കാലത്തെക്കുറിച്ചും അവരവിടെ പറയുകയാണ്. അച്ഛയും അമ്മയും വഴക്കടിക്കുമ്പോൾ നമ്മൾ 3 പേരും ഇവിടെ വന്നാ കിടന്നിരുന്നത്. എന്തു രസമായിരുന്നു അല്ലേ? അപ്പോൾ ശ്രുതിയേട്ടൻ വഴക്കടിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. നല്ലൊരു സീനാണ് കേട്ടോ, നല്ല രസമുണ്ട് കാണാൻ. പിന്നെ കാണിക്കുന്നത് നമ്മളെ രേവതിയാണ്. അങ്ങോട്ടേക്ക് ഇതാ വർഷയും വരുന്നു. ചായ ഇട്ട് കുടിക്കുക, ഉറക്കം വരുന്നില്ല, എനിക്കൊരു ഗ്ലാസ് തരുമോ? പിന്നെ അങ്ങോട്ടേക്ക് ശ്രുതിയും വരുന്നുണ്ട്. രേവതി കഴിഞ്ഞു പോയ കാലത്തെക്കുറിച്ച് വർഷയോടും ശ്രുതിയോടും പറയുകയാണ്. നല്ല രസമായിരുന്നു, പൂക്കെട്ടലും ഉൾക്കൂടെ കൊണ്ടു കൊടുക്കലും എല്ലാം നല്ല രസമായിരുന്നു. വർഷയും പറയുന്നുണ്ട്, നല്ല രസമായിരുന്നു, ഡബ്ബിങ് ചെയ്യലും സിനിമയ്ക്ക് പോയാലും ഷോപ്പിങ്ങിന് പോലും എന്നെ ആരും ചോദ്യം ചെയ്യാറൊന്നും ഇല്ല. ചോദിക്കുന്ന ശ്രുതി അടുത്തേക്ക് എങ്ങനെയാ? എല്ലാവർക്കും ഇതുപോലെ തന്നെയാ, ശ്രുതി പറയുന്നുണ്ട്. അവിടെ വെച്ചാൽ നമ്മളുടെ ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.